സുഹൃത്ത് വലയത്തിൽപ്പെട്ട പല സുഹൃത്തുക്കളോട് സംസാരിക്കുന്ന സമയത്ത് അവർ പലരും നേരിട്ടിട്ടുള്ള ഒരു കൺസേണിനെ പറ്റി പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് അവർ ചെറിയ കുട്ടികളെ വളർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഗർഭാവസ്ഥയിലൊക്കെ അവരുടെ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നോ ഹസ്ബൻഡിൽ നിന്നോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സിൽ നിന്നൊക്കെ ഉണ്ടായ വളരെ മോശപ്പെട്ട അനുഭവങ്ങളെ പറ്റി വളരെ വേദനയോടുകൂടി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പലതരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വളരെ മെൻ്റലി വീക്കായിരിക്കുന്ന സമയം അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് വളരെ മോശമായിരിക്കുന്ന ഈ സമയങ്ങളിലൊക്കെ ആളുകളിൽ നിന്നുണ്ടാവുന്ന ഈ മോശപ്പെട്ട അനുഭവങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കില്ല. കാരണം നമ്മളൊരു ചെറിയ കുട്ടിയെ വളർത്തുന്ന സമയത്തും അല്ലെങ്കിൽ ഒരു ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും ഈ സമയത്ത് നമ്മൾ വളരെ ബലഹീനമായിരിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഉറക്കമോ ഭക്ഷണമോ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ആളുകളിൽ നിന്നും പലതരത്തിലുണ്ടാകുന്ന കുറ്റപ്പെടുത്തലുകളൊക്കെ വളരെയധികം മാനസികമായിട്ട് പല കുട്ടികളെയും തകർക്കാറുണ്ട്. പഴയ ആളുകളുടെ ഒരു പ്രത്യേക പ്രവണതയാണ്. അവർ നെല്ലടിച്ചപ്പം പ്രസവിച്ച കഥയും 10-12 കുട്ടികളെ പ്രസവിച്ച കഥയും വിറക് വെട്ടിയും വെള്ളം കോരിയ കഥകളൊക്കെ ഈ പുതിയ കാലത്തെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇത് എന്ത് ശുദ്ധ മണ്ടത്തരമാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പഴയ കാലത്തെ ആളുകൾക്ക് അവരുടെ മുന്നിൽ ഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾക്കും അവരുടെ വീട് കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ പുതിയ കാലത്തുള്ള കുട്ടികൾ അങ്ങനെയല്ല. അവർക്ക് കരിയറിനെ പറ്റിയും ഫ്യൂച്ചറിനെ പറ്റിയും ഒക്കെ ഒരുപാട് ഡ്രീംസ് ഉള്ള കുട്ടികളാണ്. അപ്പം അവർക്ക് കുട്ടികൾ എന്ന് ഉണ്ടാകുന്നത് വലിയ കാര്യമാണ്. എങ്കിൽ പോലും അതോടൊപ്പം തന്നെ അവരുടെ കരിയറിനെ പറ്റിയൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കാണും. അപ്പം അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ആങ്സൈറ്റീസും കൺസേൺസും ഒക്കെ ഉള്ളവരോടാണ് നമ്മൾ ഈ വിറക് വെട്ടുന്ന വെള്ളം കോരുന്ന കഥകളൊക്കെ പറയുന്നത്. പലപ്പോഴും ഉറക്കമില്ലാത്ത രാത്രികളും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും ഒക്കെ കാരണം സഫർ ചെയ്യുന്ന കുട്ടികളോട് ഒരു പ്രോപ്പറായിട്ട് വീട് കയറിയെന്നില്ലെന്നോ അവർ താമസിച്ചെഴുന്നേൽക്കുന്നെന്നോ അല്ലെങ്കിൽ അവരെ വീട്ടിലെ മറ്റു കാര്യങ്ങൾക്ക് മറ്റു അംഗങ്ങളുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നില്ലെന്നോ അങ്ങനെയുള്ള ഒരുപാട് കംപ്ലൈൻറ്റ്സ് വീട്ടിലുള്ള ആളുകൾ പലപ്പോഴും അവർക്ക് ചാർത്തി കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എനിക്ക് മിക്ക സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇത്. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് ഇത് കേൾക്കുന്ന പല സ്ത്രീകളും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരായിരിക്കാം. അല്ലെങ്കിൽ ഇത് വളരെയധികം വിഷമത്തോടുകൂടി ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്ന ആളുകളായിരിക്കാം ഇത് കേൾക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമുക്കറിയാം ആ സമയത്ത് നമ്മൾ ഇപ്പം ഗർഭാവസ്ഥയിലൊക്കെ തന്നെയാണെങ്കിലും പല സ്ത്രീകളും ഇപ്പം ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചിക്ക് സുഖപ്രസവമായിരുന്നില്ലേ, ഞങ്ങൾ സിസേറിയൻ ആയിരുന്നു, അപ്പോൾ അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സുഖപ്രസവം എന്ന് പേര് മാത്രമേ ഉള്ളൂ. സുഖപ്രസവം എന്ന് പ്രസവത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഓപ്പറേഷൻ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ നോർമൽ ഡെലിവറി നടക്കുന്നവർക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അനുസരിച്ച് ഓരോരുത്തരുടെയും പ്രശ്നങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കും. ഇപ്പോൾ ഒരാദ്യത്തെ കുട്ടിയൊക്കെ ഉണ്ടാക്കി രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് 2 കുട്ടികളെ നമ്മൾ ടേക്ക് കെയർ ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ ആവശ്യങ്ങൾ നമ്മളെല്ലാം മീറ്റ് ചെയ്യണം. ഒരു ഫാമിലിയുടെ കറക്റ്റായിട്ടുള്ള സപ്പോർട്ടും ഒരു കെയറും അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും മറ്റു കാര്യങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിൽ അവർക്കൊരു ഹെൽത്തി ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കില്ല. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കം ആവശ്യമാണ്. പലപ്പോഴും ഞാൻ തന്നെ ചെറിയ കുട്ടികളെ വളർത്തിയിരുന്ന സമയത്ത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ഒരു 5 മിനിറ്റ് ആരെങ്കിലും ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എന്ന് കരുതിയിരുന്ന ഒരുപാട് സമയങ്ങളും അങ്ങനെ വിഷമിച്ചിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുന്ന പലരും ഇതുപോലുള്ള ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പം ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എന്നോടൊക്കെ ആണെങ്കിൽ ചൈൽഡ് കെയറിൻ്റെ കൺസേണിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടികൾ ചെറുതായിരിക്കും സംസാരിക്കുന്ന സമയത്ത് പല സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുള്ള കാലത്ത് ഇതിലും വലിയ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. ശരിയാണ്, നിങ്ങളുടെ കഷ്ടപ്പാടിനെ ഞങ്ങൾ ഒരിക്കലും നിസ്സാരവൽക്കരിച്ച് കാണുന്നില്ല. അങ്ങനെ പറഞ്ഞ പല അമ്മമാരുടെയും കൊച്ചുമക്കളുണ്ടായ സമയത്ത് ഒരു ഫാമിലി ഫുള്ളും ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത് പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ വരുമ്പോൾ ഒരു അഭിപ്രായവും മറ്റുള്ളവരുടെ കുട്ടികളുടെ കൺസേണിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് വേറൊരു അഭിപ്രായം പറയുന്നത് മോശമാണ്. അപ്പം നിങ്ങളുടെ ഫാമിലിയിൽ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ഗർഭിണികളായിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ഛർദിലൊക്കെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഇതൊന്നുമില്ലാതെ നോർമലായിട്ട് അവസാനം വരെയും ജോലിക്ക് പോയിട്ട് ഡെലിവറി ഇറക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നമുള്ളവരുടെ വിഷമങ്ങൾ ചെറുതായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്. ഇങ്ങനെ ഇപ്പോൾ ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ എനിക്കൊക്കെ ആണെങ്കിൽ കടുക് വറക്കുന്ന മണം പോലും അങ്ങനെ ഉള്ളി പുളിക്കുന്ന മണം ഒന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സഫർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും ഓരോരുത്തരുടെയും ഗർഭകാല ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട്
എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് വേറൊരാളുടെ കഷ്ടപ്പാട് ചെറുതാണെന്നോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഫാമിലിയിൽ നിന്ന് തന്നെ ഇത് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ, ഗർഭിണികളായിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും കെയറും ഒക്കെ കൊടുക്കേണ്ട ആ ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ എല്ലാം കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ കാര്യം വരുമ്പോൾ അത് ആവശ്യമാണ്, വേറൊരാളുടെ കാര്യം വരുമ്പോൾ അത് ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്നത് തെറ്റായ പ്രവണതയാണ്. അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ, എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക.